മാർച്ച് 24 നോമ്പുകാലത്തിലെ 3-ാം ആഴ്ചയിലെ തിങ്കൾ. ലൂക്ക 4:24 മുതൽ 30 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ വായനയിൽ നാം കേൾക്കുന്നത് തൻ്റെ ജന്മനാടായ നസ്രത്തിലെ യേശുവിന് തൻ്റെ സമൂഹത്തിൽ നിന്ന് തന്നെ സംശയവും തിരസ്കരണവും നേരിട്ട ഒരു സംഭവമാണ്. യേശുവിൻ്റെ വാക്കുകളിൽ ആദ്യം അത്ഭുതം തോന്നിയെങ്കിലും ആളുകളുടെ അവിശ്വാസം അവരെ അദ്ദേഹത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു. തങ്ങളോടൊപ്പം വളർന്ന ഒരു കുട്ടി യഥാർത്ഥത്തിൽ മിശിഹയാണെന്ന് ആർക്ക് വിശ്വസിക്കാൻ കഴിയും? യേശുവിൻ്റെ കാലത്ത് നസ്രത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നിരിക്കണം. അവർക്ക് അവിടുത്തെ വ്യക്തിപരമായി അറിയാമായിരുന്നു. അവർക്ക് വളരെ പരിചയമുണ്ടായിരുന്ന ഒരു കുട്ടി. അതിനാൽ ചില വിദൂര പട്ടണങ്ങൾ യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് കേട്ടപ്പോൾ അവർ ഒരുപക്ഷെ പുരികമുയർത്തി അവരുടെ പട്ടണത്തിൽ അദ്ദേഹം അതേ കാര്യങ്ങൾ ചെയ്യുന്നതിനായി കാത്തിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല. പലപ്പോഴും അതിപരിചയം അവഹേളനത്തിന് കാരണമാകുന്നു. ദൈവം നിഗൂഢമായ രീതികളിൽ പ്രവർത്തിക്കുന്നുവെന്ന് പലപ്പോഴും പറയാറുണ്ട്. ചിലപ്പോൾ അവൻ തൻ്റെ സന്ദേശം നൽകാൻ നമ്മോട് അടുപ്പമുള്ള ആളുകളെ ഉപയോഗിക്കുന്നു. മറ്റു ചിലപ്പോൾ അവൻ അപരിചിതരെയും പ്രകൃതിയെയും പോലും ഉപയോഗിച്ച് ചില അടയാളങ്ങൾ നൽകുന്നു. അതുകൊണ്ട് അവിടുത്തെ സന്ദേശം കോപത്തോടെയല്ല, വിശ്വാസത്തോടെ സ്വീകരിക്കാൻ തുറന്ന മനസ്സും സന്നദ്ധതയും ഉണ്ടായിരിക്കണം. ഇതിന് എളിമ ആവശ്യമാണ്. പലപ്പോഴും അസൂയ, അഹങ്കാരം അല്ലെങ്കിൽ ജിജ്ഞാസ എന്നിവ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിന് തടസ്സമാകുന്നു. നസ്രത്തിലെ തിരസ്കരണം നന്മയും സത്യവും പങ്കിടാനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് എതിർപ്പ് നേരിടുമ്പോൾ നിരാശരാകരുത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പകരം ദിവ്യകൃപ സാംസ്കാരികമോ വ്യക്തിപരമോ ആയ മുൻധാരണകളെ മറികടക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാട് വിശാലമാക്കാൻ നമുക്ക് ഇത് ഇടവരുത്തട്ടെ. സംശയം നേരിടുമ്പോഴും സ്നേഹത്തിൻ്റെ പാത്രങ്ങളാകാനും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അതിരുകൾ മറികടക്കാനും ഹൃദയങ്ങളെ സ്പർശിക്കാനും കഴിയുമെന്ന് വിശ്വസിക്കാനും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, തിരസ്കരണത്തോടുള്ള യേശുവിൻ്റെ പ്രതികരണം തൻ്റെ ദൗത്യത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു. തൻ്റെ സമൂഹത്തിൻ്റെ അവിശ്വാസം അനുകമ്പയുടെയും പ്രബുദ്ധതയുടെയും പാതയിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ അവൻ അനുവദിച്ചില്ല. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നമ്മുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രതിരോധ ശേഷി നമുക്ക് വഴികാട്ടിയായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ വായന നമ്മളെ സംശയത്തിനപ്പുറം പോകാനും പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മുടെ മൂല്യങ്ങളോട് പ്രതിബദ്ധത പുലർത്താനും ദിവ്യകൃപയുടെ സാർവത്രിക സ്വഭാവം തിരിച്ചറിഞ്ഞുകൊണ്ട് വിനയം പരിശീലിക്കാനും നമ്മെ പ്രചോദിപ്പിക്കുന്നു. ഈ പഠിപ്പിക്കലുകളെ ആന്തരികവൽക്കരിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആത്മീയ യാത്രയിൽ യേശുവിനെ പോലെ ദിവ്യ സ്നേഹത്തിൻ്റെ പ്രവർത്തന ശക്തി ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും വ്യാപിപ്പിക്കുക എന്ന നമ്മുടെ ദൗത്യം ആഴത്തിലുള്ള ധാരണയോടെ, സഹാനുഭൂതിയോടെ, അനുകമ്പയോടെ നിറവേറ്റാൻ ഇടവരട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട്
ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.